മലയാള കവിയും നിരൂപകനുമായ എൻ.കെ. ദേശം അന്തരിച്ചു. 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ന് രാത്രിയോടെ തൃശൂരിൽ വെച്ചായിരുന്നു അന്ത്യം. എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് മുഴുവൻ പേര്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, ഇന്ന് രാത്രി 9:30 കൂടിയായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ സ്വന്തം ദേശം ആലുവയിലാണ്. ആലുവയിലെ ദേശം എന്ന സ്ഥലമാണ് സ്വദേശം. അദ്ദേഹം കുറച്ചു ദിവസമായി തന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മകളോടൊപ്പമാണ് തൃശൂർ എടവിലങ്ങാണ് താമസിച്ചിരുന്നത്. ഇത്തരത്തിൽ ഇന്ന് വൈകിട്ടോടെ അസുഖം കൂടുതൽ മൂർച്ഛിക്കുകയും 9:30 മരണം സംഭവിക്കുകയുമായി ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തെ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ മൃതദേഹം പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് നടപടികൾക്ക് ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അദ്ദേഹത്തിന്റെ സമഗ്രമായിട്ടുള്ള സംഭാവനകൾ, അതായത് കേരള സമൂഹത്തിലും ഈ സാഹിത്യ ലോകത്ത് തന്നെ വളരെയധികം സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് എൻ.കെ. ദേശം. 2009 കവിതയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിന്റെ മുദ്ര എന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓടക്കുഴൽ പുരസ്കാരവും ഈ മുദ്ര എന്ന കൃതിക്ക് ലഭിച്ചിരുന്നു. നിരവധി കൃതികൾ, അതായത് അന്തിമലരി, ചൊട്ടയിലെ ശീലം, 51 അക്ഷരത്താളി, മുദ്ര, അപ്പൂപ്പൻ താടി, പവിഴമല്ലി തുടങ്ങിയ നിരവധി കൃതികൾ ഇദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സാഹിത്യ സമൂഹത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ആ വിയോഗത്തിൽ സാഹിത്യകാരന്മാരും അവരുടെ സങ്കടം രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇത്രയും സമൂഹത്തിൽ വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം ഈ ദേശം ഗ്രാമത്തിലായിരുന്നു. പിതാവ് പടിഞ്ഞാറെ വളപ്പിൽ പി.കെ. നാരായണപിള്ളയും മാതാവ് പൂവത്തുംപടവിൽ കുഞ്ഞുകുട്ടിപ്പിള്ളയുമാണ്. മലയാളത്തിൽ BA ബിരുദം നേടിയ ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയതിന്, അതായത് ചെറിയ കാലം തൊട്ട് തന്നെ ഈ കലാസമിതിയുടെ സമ്മാനമൊക്കെ വാങ്ങി അത്തരത്തിലൊരു പ്രതിഭ കൂടിയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം 1960 മുതൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ സേവനമനുഷ്ഠിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സാഹിത്യ രംഗത്തേക്ക് കാര്യമായി ഇറങ്ങുന്നത്. നിരവധി ആശയങ്ങൾ, അതായത് ഹൃദയത്തിലേറ്റിയ മലയാളികളും അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യകാരന്മാരൊക്കെ ഹൃദയത്തിലേറ്റിയ ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിരവധി കവിതകൾ വഴി ഈ ദേശം അത്തരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ കവിതകളൊക്കെ തന്നെ വളരെ പ്രസിദ്ധവുമാണ്. ഇവയിൽ സുരഭിലമായ പ്രേമ കവിതകളും അതുപോലെ തന്നെ മറ്റ് ആക്ഷേപഹാസ്യ കവിതകളും ഒക്കെ ധാരാളമുണ്ട്. സൗമ്യമായ നർമ്മരസവും അഗാധമായിട്ടുള്ള മറ്റ് ദേശത്തിന്റെ കവിതകളുടെ സവിശേഷതകളാണ് ഇവയൊക്കെ. ഇതൊക്കെ തന്നെ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾക്കും അർഹമായതാണ്. എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെയാണ് കേരളത്തിലെ ഈ സാഹിത്യ ലോകത്തിന് സംഭവിച്ചിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹം മറ്റ് നടപടികൾക്ക് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക.